ഡോക്ടർ പി ജെ വിൻസെന്റ് താങ്കൾക്ക് തുടരാം. അപ്പൊ നിലവിലുള്ള ആക്രമണത്തിൽ വളരെ പ്രസിഷനോട് കൂടിയിട്ടുള്ള അറ്റാക്കാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. 200-ലധികം മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എട്ട് ആളുകൾ കൊലപ്പെടുത്തു എന്നാണ് ഇപ്പോൾ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇറാൻ മീഡിയയും പുറത്തുവിട്ട കാര്യം. അപ്പോൾ ടെല്ലവീവിലും ഒക്കെയുള്ള ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെയും മൊസാദിന്റെയും കേന്ദ്രങ്ങൾ എന്നുവെച്ചാൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ട് അവർക്ക് മിസൈൽ ആക്രമണം നടത്താൻ സാധിച്ചു. അത് പേരുകേട്ട മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഈ മിസൈലുകളെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അമേരിക്ക മിസൈലുകൾ ഇസ്രായേലിന് നേരെ വരുന്ന മിസൈലുകളെ തകർക്കാനുള്ള നിർദ്ദേശം ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മീഡിയയിൽ നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ഇസ്രായേലിന്റെ തിരിച്ചടി എന്തായാലും ഉണ്ടാവും. അപ്പോ നേരിട്ട് ഇസ്രായേലും അതുപോലെ ഇറാനും മുഖാമുഖം അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ സംജാതമായിട്ടുള്ളത്. ശരി, ഡോക്ടർ പി ജെ വിൻസെന്റ്, നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്. ഏതായാലും ഇപ്പോൾ അമേരിക്ക പറയുന്നുണ്ട് ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. വൈറ്റ് ഹൗസിൽ അവിടെ പ്രസ് സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ നിലപാട് വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് ഇസ്രായേലിൽ എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. രാംകുമാർ തുടരുന്നുണ്ട്. രാംകുമാർ, ഇപ്പോൾ ഈ ഇറാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ ചാര സംഘടന ആസ്ഥാനം, മൊസാദിൻ്റെ ആസ്ഥാനം ആക്രമിച്ചു എന്നാണ്. പക്ഷേ ഇസ്രായേൽ അത് തള്ളുന്നുണ്ട്. അവർ പുതിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും നമ്മൾ ഈ സംഘർഷാവസ്ഥ തുടരുമെന്നാണല്ലോ കരുതേണ്ടതല്ലേ? ടെല്ലവീവിനോട് ചേർന്നാണ് ഈ മൊസാദിന്റെ ആസ്ഥാനവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഒരു സൈബർ വിങ്ങിന്റെ ആസ്ഥാനവും ഉള്ളത്. അതുപോലെ അവരുടെ ഒരു മിലിറ്ററി ബേസും അതിന് സമീപത്തുണ്ട്. ഈ 3 കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതേസമയം ഇസ്രായേൽ ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ടെല്ലവീവിൽ ഒട്ടേറെ മിസൈലുകൾ പതിച്ചു എന്ന കാര്യം വ്യക്തമാണ്. അത് അവിടുത്തെ ജനങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്രായേലിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇതിലേതെങ്കിലും ചിലപ്പോൾ ഈ മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപവും വീണിട്ടുണ്ടാകാം എന്നാണ് ഒരു സൂചന. അതേസമയം മറ്റൊരു വാർത്ത ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിൽ ഈ തകർന്ന മിസൈലിന്റെ ഭാഗങ്ങൾ പതിച്ച് ഒരു പലസ്തീനിയൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരം അൽ ജസീറ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇറാൻ ഒരു തിരിച്ചടി അവർ മുൻകൂട്ടി കാണുന്നു.